ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് സെറ്റ് സാരീസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു പ്ലെയിൻ സാരീസ്, കസവ് സാരീസ്, ടിഷ്യൂ ആയിട്ട് ബ്ലഡ് ആയിട്ടുള്ള സാരീസും എല്ലാം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളത് വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ സാരീസ് കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്ത് തന്നാൽ അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മെയിൽ കാർഡിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഹാൻഡ് പെയിൻറ്റഡ് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത സാരീസ് ആണ് കാണുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ നല്ല കസവ് സാരി, കോട്ടൺ കസവ് സാരിയാണ്. അതിൻ്റെ അകത്ത് വിത്ത് ടാസിൽസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് പീസും ആണ്. ഇത് നല്ലോണം നമ്മൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഫാബ്രിക് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇതുപോലെയാണ് നമ്മുടെ സാരിയുടെ മുന്താണി വരുന്നത്. ടാസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കസവ്. അത് കഴിഞ്ഞിട്ട് ഒരു ലോട്ടസ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ലോട്ടസ് ഡിസൈൻ ഡബിൾ ഷെയ്ഡഡ് പെയിന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡാർക്കർ ഷെയ്ഡ് ഔട്ട് സൈഡും മേളിൽ ഉള്ളിലോട്ട് വരുമ്പോൾ അത് ലൈറ്റർ ഷെയ്ഡും ആയിട്ടാണ് പെയിന്റിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡാർക്കർ ഷെയ്ഡും ലൈറ്റർ ഷെയ്ഡും, തണ്ടിന് മാത്രം സിംഗിൾ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലെ 3 ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ കുഞ്ഞു തണ്ടിന് നീളം കുറവായിട്ട് ലോട്ടസ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ ഇത് ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഇതൊക്കെ അങ്ങനെ വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇടവേളകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ്, ലോട്ടസ് ഡിസൈൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതുവരെ താഴത്ത് ബോട്ടം പോർഷനിലും എല്ലാം ഇതുവരെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെ 2-3 ഡിസൈൻസ്, ഇതുപോലത്തെ ഡിസൈൻസ് ആണ് ഫുൾ സാരിയിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണെന്ന്. അപ്പോൾ ബ്ലൗസ് പീസ് ഇത് സെയിം ബ്ലൗസ് പീസ് തന്നെയാണ്. അതിൻ്റെ അകത്തും ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞു പാറ്റേൺ ആണ് ബ്ലൗസ് പീസിൽ, ബ്ലൗസിൻ്റെ സ്ലീവിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് സ്ലീവിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഇത് സെയിം മെറ്റീരിയലാണ് ബ്ലൗസ് പീസും വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു ലോട്ടസും ബഡും ലീഫും ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലീറ്റ്സിലൊക്കെ താഴേക്ക് നിറച്ച് ഇതുപോലത്തെ ഡിസൈൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1650 ആണ്. ഇതിൻ്റെ റേറ്റ് വിത്ത് ബ്ലൗസ് പീസ് ആണ്. ബ്ലൗസ് പീസിലും പെയിൻറ്റിങ് ഉള്ളതാണ്. അപ്പം ഇതാണ് ആദ്യത്തെ സാരി. ഇത് കോട്ടൺ സാരിയാണ് കേട്ടോ. പ്യുവർ ടിഷ്യൂ മിക്സ് ഒന്നും അല്ല, പ്യുവർ കോട്ടൺ ആയിട്ടുള്ള സാരിയാണ്. അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്ക് ബോർഡർ ഉള്ള ഒരു സാരിയാണ്. ഇത് ബ്ലോക്ക് പ്രിൻ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെമ്പരത്തി ഇല പോലത്തെ ചെമ്പരത്തി പൂ പോലത്തെ ഒരു ഡിസൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ ടാസിൽസ് വന്നിട്ട് കോഫി ബ്രൗൺ കളറാണ് ടാസിൽസ്. ബ്ലാക്ക് അല്ല ടാസിൽസിന്, കോഫി ബ്രൗൺ ആണ് ടാസിൽസിൻ്റെ കളർ വന്നിട്ട്. ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് മുന്താണിയിൽ ഈ കസവ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ബോർഡറിൽ കൂടെ ഇത് മുന്താണി ഇതുപോലെയാണ് വരുന്നത്. മുന്താണിയുടെ മേലിലോട്ട് വരുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ 3, ഇവിടെ 1, അങ്ങനെ നിൽക്കുകയാണ് മുന്താണിയിൽ. അത് കഴിഞ്ഞിട്ട് ബോർഡറിലൊക്കെ ഫുൾ ബോർഡറിലും ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. നെഞ്ചിനോട് ചേർന്ന് ബ്ലോക്ക് പ്രിൻ്റ് ഇവിടെ മേളിൽ ഒരു ലെയറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ബോർഡറിൽ കൂടെ ഒരെണ്ണം, ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞെറിഞ്ഞ് ഉടുക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഡിസൈനും കൂടെ കാണുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. പ്ലീറ്റ്സിലും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഡിസൈൻ, ഫുൾ സാരിയിലും ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത്. പക്ഷേ ഒരു സൈഡേ ഉള്ളൂ, സിംഗിൾ സൈഡേ ഉള്ളൂ. മറു സൈഡിൽ ഈ ബ്ലോക്ക് പ്രിൻ്റ് വരുന്നില്ല. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ കോട്ടൺ സിൽക്കിൻ്റെ അകത്ത് വല്ല വർക്ക് ചെയ്ത്
ഇതുപോലത്തെ നല്ല സ്റ്റോൺ വർക്കോ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്ത് ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് ബോട്ടം പ്ലീറ്റ്സിൽ ഫുള്ളും വർക്കില്ല. പ്ലീറ്റ്സിന് മുമ്പ് വരെയാണ് ഈ ബ്ലോക്ക് പ്രിന്റ് വരുന്നുള്ളൂ. പ്ലീറ്റ്സിൻ്റെ ഇടയിൽ വർക്കില്ല, ഇതിന് മുമ്പ് വരെ വർക്കുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അപ്പം അടുത്ത സാരി കണ്ടു നോക്കാം. ഇതിന് രണ്ടിനും നമ്മുടെ മുന്താണിയിൽ ടാസിൽസ് ഉണ്ട്. ഇനി അടുത്തത് വന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഷീറ്റാണ് നമ്മൾ വർക്ക് ഇത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് ഓറഞ്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുന്താണി ഇത് ഇതുവരെയാണ് വരുന്നത്. ഇതിൻ്റെ മുന്താണിയുടെ ഇവിടുത്തെ കരയെ വരുന്നത് ഓറഞ്ച് കളറും അതുപോലെ തന്നെ ഗോൾഡൻ കരയുമാണ് വരുന്നത്. പക്ഷേ അതേ സമയത്ത് ഇതിൻ്റെ ബോർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം പിങ്കാണ് കരയ്ക്ക് വന്നിരിക്കുന്നത്. പിങ്കും അതുപോലെ തന്നെ ഗോൾഡൻ കരയുമാണ് ബോർഡറിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. 2 കളറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഫുൾ മുന്താണിയിൽ ഇതുപോലെ തന്നെ അടുപ്പിച്ച് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പൂവിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ബോർഡറാണ്. ബോർഡറിൽ കൂടെ ഫുള്ളും ഇതുപോലെ 2 സൈഡും, ഈ സാരിയുടെ 2 സൈഡും ഫുള്ളും ബോർഡറിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇപ്പം 2 സൈഡിലും നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഇതുപോലത്തെ ഡിസൈനിങ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരേ ഇൻ്റർവെലിന് ഇപ്പം നമ്മുടെ മുന്താണിയുടെ ഇവിടെ വരെ ഇതുപോലെ വർക്ക് ഉണ്ട്. ഫുൾ ബോഡിയിൽ ഇതുപോലെ വർക്ക് ഉണ്ട്. ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഫുൾ ലൈനായിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ വർക്ക് വരും. അത് കഴിഞ്ഞ് കുറച്ച് അധികം ഡിസ്റ്റൻസ് വിട്ടിട്ട് വീണ്ടും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഫുൾ ലെങ്ത്തിലായിട്ട്. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിൽ വരുമ്പോഴും ഒരേ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഫുൾ ലെങ്ത്ത് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ് സാരിയിൽ. അപ്പോൾ പ്ലീറ്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഫുൾ ലെങ്ത് പ്രിൻറ്റിങ് കാണാൻ പറ്റും. ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ഫുൾ ലെങ്ത് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ നടുക്കേ കൂടെ ഒരു വരയായിട്ട് നമുക്ക് ഈ ബ്ലോക്ക് പ്രിന്റ് കാണും, സ്ട്രെയിറ്റ് ലൈനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇതും കോട്ടൺ സാരിയാണ് വിത്ത് കസവ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1350 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ 3 സാരി ഓണം സ്പെഷ്യൽ സാരീസാണ്. ഇതുപോലെ മറ്റുള്ള വെറൈറ്റി സാരീസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.